എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നമസ്കാരം. എല്ലാവരും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നന്നായി ആസ്വദിച്ച് കാണും എന്ന് കരുതുന്നു. മികച്ച രീതിയിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ലഭിച്ചത്. എന്നാൽ കുറച്ച് കുട്ടികൾക്കെങ്കിലും അത് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കിട്ടണം എന്നുള്ള ആവശ്യപ്രകാരമാണ് ഞാൻ ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ 1ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തത് അതുപോലെ തന്നെ വളരെ സീരിയസ് ആയി ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും പേനയും ഒക്കെ ആയി നിങ്ങൾ ഈ ക്ലാസ്സും കാണുക, നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കുക, നിങ്ങളുടെ ഡൗട്ട്സ് നോട്ട് ചെയ്യുക. So we can move on to our first unit, glimpses of green. What do you mean by glimpses? Glimpses means, yes, glance, ഒരു കാഴ്ച, a short look, പച്ചപ്പിലേക്കുള്ള ഒരു ചെറിയ നോട്ടം. And in that first unit we have 2 prose lessons: Adventures in a Banyan Tree by Ruskin Bond, The Snake and the Mirror by Vaikom Muhammad Bashir, and a poem, Lines Written in Early Spring by William Wordsworth. The title itself, Glimpses of Green, itself indicate that this unit deals with nature, the importance of nature in our life, the relationship between ഹ്യൂമൻ ആൻഡ് നേച്ചർ, മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധത്തിൻ്റെ ആവശ്യകത, ബന്ധത്തിൻ്റെ ദൃഢത ഒക്കെ സൂചിപ്പിക്കുന്ന അതിമനോഹരമായ പ്രകൃതി പോലെ നൈർമല്യമുള്ള ഒരു യൂണിറ്റാണ് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റ്, ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. ആൻഡ് യു ക്യാൻ സീ എ പിക്ചർ ദെയർ. എ പീകോക്ക് ഈസ് ദെയർ, എ ഡോഗ് ഈസ് ദെയർ, എ സെനിക് ബ്യൂട്ടി ഈസ് ദെയർ. വളരെ മനോഹരമായൊരു പിക്ചർ. ആൻഡ് എ പോയം, a short poem is also there, and that poem is known as haiku. What is a haiku? Haiku is a Japanese poem. ജപ്പാനിലെ ഒരു ഷോർട്ട് പോയം, അതിൻ്റെ പേരാണ് ഹൈക്കു. നമ്മൾ ഈരടികൾ എന്നൊക്കെ പറയത്തില്ലേ, ഒരു 2-3 വരികളിലൂടെ, കൊച്ചു നമ്മൾക്ക് മനസ്സിലാവുന്ന കൊച്ചു വാക്കുകളിലൂടെ 2-3 വരികളിലൂടെ അതിമനോഹരമായ ഒരു ആശയം നമ്മുടെ അനുവാചകരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഹൈക്കുവിൻ്റെ ഉദ്ദേശം. സോ ദ മൗണ്ടൻ മിസ്റ്റ് hovering over the pines and ponds unveils the heaven. The mountain mist, മലയിലെ മഞ്ഞുപടം. Hovering over the pines and ponds. Hovering means floating in the air. Over the pines, പൈൻ മരങ്ങളുടെയും പോൺസിൻ്റെയും തടാകങ്ങളിലും ഒക്കെ മഞ്ഞ് മൂടിക്കിടക്കുന്നു. And if you unveils the heaven, and ആ മഞ്ഞുമടം മാറ്റിയാൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന എന്താണ്? ഹെവനാണ്, സ്വർഗമാണ്. സോ ഹൗ ബ്യൂട്ടിഫുള്ളി ഇൻ ദാറ്റ് ഹൈക്കു ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ഈസ് റിക്രിയേറ്റഡ്. പ്രകൃതി എത്ര മനോഹരമായിട്ട്, പ്രകൃതി സ്വർഗമാണ്. അപ്പം പ്രകൃതിയെ സ്വർഗമാണ്, പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകത എത്ര മനോഹരമായിട്ടാണ് ആ 3 വരികളിലൂടെ അവിടെ ഈ ഹൈക്കുയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. സെൻറ്റൻസ് ഈസ് ഗിവൺ ദെയർ to discuss. Nature is not a place to visit, it's home. നേച്ചർ എന്ന് പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും പോയി കാണേണ്ട, വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമല്ല, അന്യമായിട്ടുള്ള ഒരു സ്ഥലമല്ല. ഇറ്റ് ഈസ് അവർ ഹോം. നമ്മുടെ വീടാണ് നേച്ചർ. നമ്മൾ എവിടെയാണോ വസിക്കുന്നത് അവിടെ എല്ലാം പ്രകൃതിയാണ്. അവിടെ എല്ലാം ആ പ്രകൃതിയെ എല്ലാം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. നിങ്ങൾക്ക് സ്കൂൾ തുറന്നിരുന്നുവെങ്കിൽ ജൂൺ 5 പരിസ്ഥിതി ദിനമായി നമുക്ക് എൻ്റെ മരം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കെല്ലാം വൃക്ഷത്തൈകൾ, ചെടികളൊക്കെ ലഭിക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഗവൺമെൻറ് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഈ പ്രകൃതി സംരക്ഷണം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനും, അല്ലെങ്കിൽ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കണം, നാളത്തെ യു ആർ ദ സിറ്റിസൺ ഓഫ് ടുമോറോ സിറ്റിസൺസ്. അപ്പോൾ നിങ്ങളുടെ കൈകളിലാണ് നമ്മുടെ പ്രകൃതിയും അല്ലെങ്കിൽ ഭാവിയും എല്ലാം ഇരിക്കുന്നത്. നമ്മളെന്നും പ്രകൃതിയിൽ നിന്നും അകന്നു പോയോ അന്നാണ് നമ്മൾക്കെല്ലാം ഇതുപോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങളായിട്ടായാലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള അസുഖങ്ങളായിട്ടൊക്കെ ആയാലും നമുക്ക് തിരിച്ചടികൾ ഉണ്ടാവാൻ തുടങ്ങിയത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് മാറി
ചിന്തിച്ചത് കൊണ്ടാണ്, മാറി ജീവിച്ചത് കൊണ്ടാണ്. സോ ശരിക്കും ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ നമുക്ക് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് ഫസ്റ്റ് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന യൂണിറ്റിൽ ഉള്ളത്. അതിൽ തന്നെ വി ക്യാൻ മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ലെസൺ, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ബൈ റസ്കിൻ ബോണ്ട്. ആൻഡ് ദ പ്രൊഫൈൽ ഓഫ് റസ്കിൻ ബോണ്ട് ഈസ് ഗിവൺ ദെയർ. Ruskin Bond is an Indian author of British descent. He is an Indian author, but he is British descent. His father was an officer at Royal Air Force. He wrote his first novel, The Room on the Roof, at the age of 17. And he got Sahitya Akademi Award, and he got Padma Shri and a Lifetime Achievement Award. And the profile is given there. ഗോ ത്രൂ ദ പ്രൊഫൈൽ. എല്ലാവരും പ്രൊഫൈൽ വായിച്ച് നോക്കുക. നമുക്കറിയാം പരീക്ഷയ്ക്ക് പ്രൊഫൈൽ നിർബന്ധമായിട്ട് ചോദിക്കുന്നതെന്നാണ്. 6 മാർക്ക് നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് ലഭിക്കുന്നതാണ്. സോ പ്രൊഫൈൽ, ഗോ ത്രൂ ദ പ്രൊഫൈൽ, അത് നിങ്ങളുടെ നോട്ടിൽ കുറിച്ച് വയ്ക്കുക. ആൻഡ് ദിസ് സ്റ്റോറി, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറി. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് വർണ്ണിക്കുന്ന, ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ഒരു അഡ്വഞ്ചർ. അഡ്വഞ്ചർ എന്താണ്? സാഹസികത. ആൻഡ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ബനിയൻ ട്രീ മീൻസ് ബനിയൻ ട്രീ, ആൽമരം. പലതരത്തിലുള്ള ആൽമരങ്ങൾ നമുക്ക് അറിയാം. നമ്മുടെ നാട്ടിലെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ളതാണ്. അരയാലുണ്ട്, പേരാലുണ്ട്. സോ ഇതുപോലെയുള്ള ആൽമരങ്ങളുണ്ട്. ആൻഡ് വി ചിൽഡ്രൻ യൂസ് ടു ഡു അഡ്വഞ്ചേഴ്സ് ഇൻ ദീസ് ട്രീസ്. അത് ആൽമരത്തിലല്ല, നമ്മളെല്ലാവരും എല്ലാ മരങ്ങളിലും ഒരുപാട് തരത്തിലുള്ള സാഹസികതകൾ കാണിക്കുന്ന ആൾക്കാരാണ് അല്ലേ? നിങ്ങളെല്ലാവരും മാവേൽ കയറാറുണ്ട്, പ്ലാവിൽ കയറാറുണ്ട്, തെങ്ങിൽ കയറാറുണ്ട്, മറിഞ്ഞു വീഴാറുണ്ട്. ആൻഡ് ഹിയർ ഓൾസോ നിങ്ങളെപ്പോലെ വികൃതിയായിട്ടുള്ള ഒരു കുട്ടിയുടെ ആണോ, വികൃതിയാണോ അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു കുട്ടിയാണെന്ന് നമുക്ക് കണ്ടറിയാം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. All of you please listen here. Okay. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather at the age of 65 could no longer climb it. Though the house and grounds of our home in India was grandfather's domain, the boy recollects his childhood. He says that the house and grounds of our home in India, ഇന്ത്യയിലുള്ള എൻ്റെ വീടും അതിൻ്റെ പരിസരവുമെല്ലാം വാസ് ദ ഡൊമൈൻ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. എൻ്റെ ഗ്രാൻഡ് ഫാദർ അവിടെ, ഹി വാസ് ദ കിങ്. അദ്ദേഹമാണ് അവിടെ എല്ലാം ഭരിച്ചിരുന്നത്, കാരണവരായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് ഭരിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമുണ്ടായിരുന്നു. ഏതാണത്? ദ ബനിയൻ ട്രീ. ദർ വാസ് എ ഹ്യൂജ് ബനിയൻ ട്രീ ഇൻ മൈ ഹൗസ്, ഓൾഡ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ്. അവിടെ മാത്രം രാജാവാരായിരുന്നു? ഈ കുട്ടിയായിരുന്നു. ബാക്കി എല്ലായിടത്തും രാജാവ് അല്ലെങ്കിൽ ഭരിച്ചിരുന്നത് കാരണവരായിട്ടുള്ള അപ്പൂപ്പനാണെങ്കിൽ ഈ ആൽമരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണമൊന്നും നടന്നില്ല. ബിക്കോസ് വൈ? ബിക്കോസ് ഹി ഈസ് ആൻ ഓൾഡ് മാൻ ഓഫ് 65, could no longer climb it. He is an old man, he could no longer climb that big banyan tree. And he, our hero, is a small boy like you, smart like you, and he can climb like a squirrel. Grandmother used to tease him about this and would speak of a certain Countess of Desmond, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. And my grandmother, this grandfather's wife, grandmother used to tease grandfather. Tease എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ കളിയാക്കുക, ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയും അല്ലേ? നമ്മുടെ ഈ അമ്മുമ്മ അപ്പൂപ്പനെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, കളിയാക്കിക്കൊണ്ടിരിക്കുക. എന്താണ്? ടെല്ലിങ് ദ സ്റ്റോറി ഓഫ് എ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്. ഡെസ്മണ്ടിലെ ഒരു കൗണ്ടസ്, പ്രഭു അല്ലെങ്കിൽ ഒരു രാജ്ഞി അല്ലെങ്കിൽ ഒരു പ്രഭു ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ കഥ പറഞ്ഞുകൊണ്ട്, അവർക്ക് എത്ര വയസ്സുണ്ട്? 117 വയസ്സുള്ള ഒരു സ്ത്രീയുടെ കഥ പറഞ്ഞുകൊണ്ട് ഈ അപ്പൂപ്പനെ എപ്പോഴും കളിയാക്കുക. എന്ത് കഥയാണ് പറയുന്നത്? that Countess of Desmond is an English woman who lived to the age of 117. 117 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് വുമൺ ആണ് നമ്മുടെ ഈ കൗണ്ടസ്. And would have lived longer if she hadn't fallen while climbing an apple tree. പക്ഷെ അവർ കുറച്ചുകൂടെ കാലം ജീവിച്ചു പോയേനെ, യാതൊരു ജെർക്കിംഗ് ഒന്നും ഇല്ലാതെ
നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നത് 117ാമത്തെ വയസ്സിൽ. പക്ഷേ അവർക്ക് എന്ത് സംഭവിച്ചു? ഷീ ഡൈഡ്. ഹൗ? ഷീ ക്ലൈംഡ് അപ്പോൺ എ ആപ്പിൾ ട്രീ. അവരെ വയസ്സാം കാലത്ത് 117ാമത്തെ വയസ്സിൽ അവർ ആപ്പിൾ ട്രീയുടെ മുകളിൽ വലിഞ്ഞു കയറി അവിടുന്ന് ഉരുണ്ടടിച്ചിട്ട് വീണ് ഠിം, വെടി തീർന്നു. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടാണ് ആര് കളിയാക്കുന്നത്? അമ്മുമ്മ അപ്പൂപ്പനെ കളിയാക്കുന്നത്. നിങ്ങൾ ആ അമ്മുമ്മയുടെ കണക്ക്, ആ കൗണ്ടസിൻ്റെ കണക്ക് ഈ ബനിയൻ ട്രീയിൽ വലിഞ്ഞടിച്ച് കയറി കഴിഞ്ഞാൽ അവിടുന്ന് വീണിട്ട് നിങ്ങളുടെ കാറ്റ് പോകും എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. And the boy was very happy to see this banyan tree. നിങ്ങൾക്കും അങ്ങനെയല്ലേ? നിങ്ങൾക്കും നല്ല മരം ഇങ്ങനെ കയറി താഴേന്ന് ഇങ്ങനെ പിടിച്ച് കയറാൻ പറ്റുന്ന മരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരാ കയറി പോകാത്തത്? And this boy was also very happy to see this banyan tree. And what was the peculiarity of this banyan tree? The banyan tree was the spreading branches of the banyan tree. അതിൻ്റെ ബ്രാഞ്ചസ് ഇങ്ങനെ വളർന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ബ്രാഞ്ചസിൽ നിന്ന് വള്ളി താഴേക്ക് വരും അല്ലേ? അത് വന്ന് മണ്ണിൽ വന്നിട്ട് വീണ്ടും അത് വേര് പിടിച്ചിട്ട് വീണ്ടും മുകളിലേക്ക് പോകും. ആൻഡ് ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ വിച്ച് കേർവ്ഡ് ടു ദ ഗ്രൗണ്ട്, വിച്ച് കേർവ്ഡ് വളയുക, ടു ദ ഗ്രൗണ്ട് ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ, വീണ്ടും വന്ന് താഴെ വന്ന് റൂട്ട് എടുക്കും. ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ്. അപ്പോൾ അതെന്ത് ഒരു മെയ്സ്. മെയ്സ് മീൻസ് പസിൽ അല്ലെങ്കിൽ ലാബ്രിന്ത് അല്ലെങ്കിൽ പസിൽ എന്ന് വെച്ചാൽ എന്താണ്? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. നമ്മൾ നൂഡിൽസിലേക്ക് പോലെ, മാഗിയൊക്കെ നിങ്ങൾ കഴിക്കുമല്ലോ, മാഗിയിലൊക്കെ ഇങ്ങനെ നൂല് പിറന്ന ഇടിയപ്പത്തിൻ്റെയൊക്കെ എന്താണ് നൂല് പിരണ്ട് കിടക്കുന്ന കണക്ക് ഉള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇതിനെ നമുക്കൊരു ആർച്ച് ഇങ്ങനെയുള്ള സ്ട്രക്ചർ. അപ്പം ഈ കുട്ടിയെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ്. കാരണം എന്താണ്? വളരെ പെട്ടെന്ന് ഇതിനകത്ത് കയറാനും പിടിച്ച് കയറാനും ചവിട്ടി നടന്ന് കയറാനും വരെ വളരെ ഈസി ആയിട്ട് പറ്റും. ആൻഡ് ഹി വാസ് വെരി ഹാപ്പി വിത്ത് ദ structure of this big huge banyan tree. The tree was older than the house. The tree was very old, even older than the house, older than grandfather. 66 വയസ്സുള്ള ഗ്രാൻഡ്ഫാദറിനേക്കാളും വളരെ പ്രായം ചെന്നതാണ് ഈ ട്രീ. As old as the town of Dehra, nestling in a valley at the foot of Himalayas. ഹിമാലയാസിലെ ദെഹ്റ എന്ന ടൗണിനേക്കാളും എന്താണ് ഓൾഡാണ് നമ്മുടെ ഈ ബനിയൻ ട്രീ. My first friend and familiar was a small grey squirrel, and our boy, he used to spend childhood with his grandfather, and he used to spend most of the time in that banyan tree, and he got a friend there. അവനൊരു നല്ലൊരു സുഹൃത്തിനെ കിട്ടി. ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. ആരായിരുന്നു അവൻ്റെ ആദ്യത്തെ സുഹൃത്ത്? അവിടുത്തെ ഒരു സ്മോൾ ഗ്രേ സ്ക്വിറൽ. സ്ക്വിറൽ എന്താണ്? അണ്ണാൻ കുഞ്ഞായിരുന്നു. ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിംഗ് ഇൻ ടു ദ എയർ, ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസെന്റ് മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. ആർച്ചിങ് ഹിസ് ബാക്ക്, എൻ്റെ ബാക്ക് ഇങ്ങനെ വളച്ച് വെച്ചിട്ട്, സ്നിഫിംഗ് ഇൻ ടു ദ എയർ. സ്നിഫിംഗ് മീൻസ് ഇങ്ങനെ ഇൻഹേൽ ചെയ്യുക. ഇൻ ടു ദ എയർ നമുക്കറിയാം, മൃഗങ്ങളുടെ ഒക്കെ അടുത്ത് അത് നമ്മളെ മണപ്പിച്ച് നോക്കിയിട്ടാണ് അത് നമ്മളോട് സുഹൃത്താവുകയോ ഒക്കെ ചെയ്യുന്നത്. He seemed at first to resent my invasion of his privacy. അവൻ്റെ പ്രൈവറ്റ് സ്ഥലമായിരുന്നു ആ ബനിയൻ ട്രീ. അവിടേക്ക് പുതിയതായിട്ടൊരാളാണ് ഈ കുട്ടി ചെന്നപ്പോൾ അവൻ്റെ പ്രൈവസിയിലേക്ക് ആരാടാ നിൻ്റെ സ്ഥലത്തേക്ക് കടന്നു വരുന്നത് എന്നുള്ള ഒരു ഭാവത്തോടെ ഹി വാസ് ലുക്കിംഗ്, കുറച്ച് സസ്പീഷ്യസ് ആയിട്ട് സംശയത്തോടെ ഇവനെ നോക്കി. But when he found that I did not arm myself with a catapult or air gun, he became friendlier. പക്ഷേ അവന് കുറച്ചു നേരം നോക്കിയപ്പോൾ മനസ്സിലായി, this boy was not with an arm, not with an air gun or a catapult. അവൻ്റെ കയ്യിൽ ഒരു കാറ്റാപ്പൾട്ട് എന്താണ് നമുക്കറിയാം, നമ്മൾ എന്താണ് പറയുന്നതിന്, നമ്മൾ കാക്കയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു കാറ്റാപ്പൾട്ട് അല്ലേ, അതോ അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ ഒരു എയർ ഗണ്ണോ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ദ സ്ക്വിറൽ ബിക്കെയിം ഹാപ്പി, ബിക്കെയിം ഫ്രണ്ട്ലിയർ. അവന് സുഹൃത്താക്കാൻ പറ്റിയ ഒരാളാണ്, എന്നെ കൊല്ലാൻ വന്നതല്ല അല്ലെങ്കിൽ എന്നെ പിടിക്കാൻ വന്നതല്ല എന്നുള്ള ബോധ്യം സ്ക്വിറലിന് വന്നു. ആൻഡ് ദേ ബിക്കം ഫ്രണ്ട്സ്. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലീവിംഗ് ഹിം പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്, ഹീ ഗ്രൂ ബോൾഡർ ആൻഡ് ഫൈനലി ബിക്കെയിം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്. ആൻഡ് ഹി യൂസ് ടു ഗീവ് ബിസ്ക്കറ്റ്, ബ്രെഡ് ആൻഡ് പീസസ് ഓഫ് ഫുഡ്. ആൻഡ് ഹീ ബിക്കെയിം, ദറ്റ് സ്ക്വിറൽ ബിക്കെയിം ബോൾഡർ എന്ന് വെച്ചാൽ, ബോൾഡർ മീൻസ് എന്താണ്, ധൈര്യം. ഇവൻ്റെ അടുത്തേക്ക് വരാം എന്നുള്ള ധൈര്യം സ്ക്വിറലിന് വന്നു. ആൻഡ് ബിക്കെയിം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. പതുക്കെ ഇവൻ്റെ കയ്യിൽ നിന്ന് വന്ന് ഫുഡ് എടുക്കുന്ന രീതിയിലേക്ക് അവരുടെ ബന്ധം
വളർന്നു. Before long, he was delving into my pockets and helping himself to whatever he could find. പിന്നീട് എന്തായി? പോക്കറ്റിൽ ഡെൽവിങ് മീൻസ് എന്താണ്? സെർച്ച് ചെയ്യുക. He was searching in his pocket and he can take anything from his pocket. He was a very young squirrel and his friends and relatives probably thought him headstrong and foolish for trusting a human. And he is a very small squirrel. And his friends and relatives, ഈ കുഞ്ഞ് സ്ക്വിറലിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അവനെ വഴക്ക് പറഞ്ഞു. എടാ, നിനക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് നീ ഹ്യൂമൻസിൻ്റെ അടുത്തോട്ട് പോകരുത്, മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, നീ അങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെ കളിയാക്കാനും വഴക്ക് പറയാനും ഒക്കെ തുടങ്ങി. ആൻഡ് ഹെഡ്സ്ട്രോങ് മീൻസ് എന്താണ്? തന്നിഷ്ടക്കാരൻ. നീ സ്വന്തം ഇഷ്ടം മാത്രമേ നോക്ക്, മറ്റുള്ളവർ പറയുന്നത് കേൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ സുഹൃത്തുക്കളും അവൻ്റെ കൂട്ടുകാരും അവൻ്റെ റിലേറ്റീവ്സും ഒക്കെ ബന്ധുക്കളും ഒക്കെ ഈ കുഞ്ഞു സ്ക്വിറലിനെ വഴക്ക് പറഞ്ഞു. ബട്ട് ഹി ഡിഡിൻ ഗേവ് ear to their advice. He became friend with this boy. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, the cheerful and greedy, gossiping rosy pastures, and parrots and crows squabbling with each other all the time. And in the springtime, spring means vasantakalam. വസന്തകാലം നമുക്കറിയാം എന്താണ്? പ്രകൃതി അതിൻ്റെ എല്ലാ ഭംഗിയിലും പ്രകൃതി ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്ന സമയമാണ് സ്പ്രിംഗ് ടൈം. ആൻഡ് ചെടികളും മരങ്ങളും ഒക്കെ പുഷ്പിച്ച് നല്ല ഫലഭൂയിഷ്ടമായിട്ട് നിൽക്കുന്ന സ്പ്രിംഗ് ടൈമിൽ, ഇൻ ദ സ്പ്രിംഗ് ടൈം അവർ ബനിയൻ ട്രീ വാസ് ഓൾസോ filled with all kinds of birds and small animals. In the spring, when the banyan tree was full of small red figs, ചെറിയ ആലിലെ ചെറിയ ആലിങ്കായൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുമ്പോൾ ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് ഫോക്ക് ദെയർ, അവിടെ വന്ന് ചേക്കേറും, കൂടണയും. ആൻഡ് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ് ആൻഡ് ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, ആരൊക്കെയാണ് വരുന്നത്? റെഡ് ബോട്ടംഡ് ബുൾബുൾ, ദെൻ ചിയർഫുൾ ആൻഡ് ഗ്രീഡി ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, വേറൊരു തരത്തിലുള്ള പക്ഷിയാണ്. ഗോസിപ്പയിങ് എന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴും സംസാരിച്ചു കൊണ്ട് ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ന രീതിയിൽ പറയുന്നത്, അതൊരു അതിനെ വർണ്ണിക്കുന്നതാണ്. ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രോസ്, തത്ത, കാക്ക, അങ്ങനെ പലതരത്തിലുള്ള വി ക്യാൻ സീ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് കമ്മിങ് ടു ദാറ്റ് banyan tree during spring time. Squabbling with each other all the time. Squabbling means ചാറ്റിങ് ഓർ കോൺഫ്ലിക്റ്റിങ്, എപ്പോഴും വഴക്ക് കൂടുന്ന കലബല ശബ്ദത്തോടു കൂടി അവിടെ നിറയെ എന്താണ്? പക്ഷികൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് സ്പ്രിംഗ് ടൈം. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ ദ ബാനിയൻ ട്രീ വാസ് ദ നോസിയസ്റ്റ് പ്ലേസ് ഇൻ ദ റോഡ്. വസന്തകാലം വന്നാൽ, സ്പ്രിംഗ് സീസൺ വന്നാൽ ഏറ്റവും ബഹളമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഈ ബനിയൻ ട്രീ ആണ്. എന്ത് ബഹളം? പക്ഷികളുടെയും അണ്ണാൻ്റെയും മറ്റ് കൊച്ചു ജീവികളുടെയും ഒക്കെ ബഹളം കൊണ്ട് ഏറ്റവും ബഹളം കൂടിയ സ്ഥലമാണത്. ഹാഫ് വേ അപ്പ് ദ ട്രീ ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് ഐ വുഡ് ഓഫൺ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്. ആൻഡ് ഹാഫ് വേ അപ്പ് ദ ട്രീ, ആ ട്രീയുടെ ഏതാണ്ട് പകുതി സ്ഥലത്ത് he made a platform there. And he used to spend there, he used to sit on that platform during hot afternoons. And what was he doing there? I could read there, propping myself up against the bole of the tree with cushions taken from the drawing rooms. അവിടെ കുഷ്യനൊക്കെ വെച്ച് അവിടെ ചെന്ന് ഇങ്ങനെ ഇരുന്ന് പുസ്തകം വായിക്കലാണ് നമ്മുടെ കഥാനായകൻ്റെ ജോലി. Treasure Island, Huckleberry Finn, the Mowgli stories, and the novels of Edgar Rice Burroughs and Lucia May Alcott made up my bag of very mixed reading. എൻ്റെ കയ്യിലുള്ള ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളുടെ പേരുകളാണ് അവിടെ പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കുക, നിങ്ങൾ കിട്ടുമെങ്കിൽ എടുത്ത് വെച്ച് വായിക്കുക. ആ പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ട് അവനവിടെ പിന്നെ അത്രയും മനോഹരമായൊരു സ്ഥലം പഠിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുസ്തകം വായിക്കുവാൻ വേണ്ടിയിട്ട് വേറെ ഇല്ല. എത്ര റൂമിലിരുന്നാലും, എത്ര എയർ കണ്ടീഷൻഡ് റൂമിലിരുന്നാലും നമുക്ക് പ്രകൃതിയോട് ഇരുന്നു കൊണ്ട് വായിക്കുക, പഠിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾക്കും അങ്ങനെ നിങ്ങളുടെ വീടുകളിൽ അങ്ങനെയുള്ള സൗകര്യമുണ്ടെങ്കിൽ ഒരു മാവിൻ്റെ ചുവട്ടിലോ അതല്ലെങ്കിൽ ഒരു പുളിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ മറ്റ് ചെടികളുടെ ചുവട്ടിലോ പോയിരുന്ന് പഠിച്ചാൽ നമുക്ക്
വളരെ നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് വളരെ ഒരു ഭയങ്കര സൂതിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കവിടെ ലഭിക്കുന്നത്. When I did not feel like reading, I could look down through the banyan leaves at the world below, at grandmother hanging up or taking down the washing. When കുറേ നേരം വായിച്ചു കഴിയുമ്പോൾ when he become bored with reading, what will he do? He look down. അവിടെ ഇരുന്നുകൊണ്ട് താഴേക്ക് നോക്കും, താഴെയുള്ള ലോകം. ലുക്ക് ഡൗൺ ത്രൂ ദ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ. താഴെയുള്ള വിശാലമായ ലോകത്തെ അവൻ അവിടെ ഇരുന്നുകൊണ്ട് വീക്ഷിക്കും. അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്. അവിടെ നിന്നുണ്ട് അമ്മുമ്മ തുണി കഴുകുന്നത്. അറ്റ് ദ കുക്ക് ക്വാറലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ. അവിടുത്തെ കുക്ക്, പാചകക്കാരൻ, ഫ്രൂട്ട് പച്ചക്കറി കൊണ്ടുവരുന്ന ആളുമായിട്ട് ബാർഗെയിൻ ചെയ്യുന്നത്, വഴക്ക് കൂടുന്നത്. Then, or a grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ മാരിഗോൾഡ് എന്ന് പറയുന്ന ചെടി, അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഗാർഡൻ, നല്ല വിശാലമായ നല്ലൊരു ഗാർഡൻ ഗ്രാൻഡ് ഫാദറിനുണ്ട്. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ് വൈൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ. സാധാരണ വെക്കേഷന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആ ബനിയൻ ട്രീയിൽ ഇവന് സംഭവിച്ചില്ല. ഇവൻ രാവിലെ എഴുന്നേൽക്കുന്നു, അവിടെ ചെന്നിരിക്കുന്നു, പുസ്തകം വായിക്കുന്നു, അല്ലെങ്കിൽ താഴേക്ക് നോക്കുന്നു, അമ്മുമ്മയുടെയും അപ്പൂപ്പൻ്റെയും ഒക്കെ ചെയ്യുന്ന ജോലികളൊക്കെ കാണുന്നു. ഇതൊന്നും അല്ലാതെ മറ്റ് പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ സംഭവിച്ചില്ല. ബട്ട് വൺ ഡേ സംതിങ് ഹാപ്പൻഡ്. But on one particular afternoon, I had enough excitement to last me through the summer. ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം, ആഫ്റ്റർനൂൺ, what happened? Something happened that made him excited throughout that summer, to last me through the summer. ആ സമ്മർ വെക്കേഷൻ തീരുന്നത് വരെ അവനെ എക്സൈറ്റ് ചെയ്യുന്ന, അവനെ ആശ്ചര്യപ്പെടുത്തുന്ന എന്തോ ഒന്ന് അന്ന് സംഭവിച്ചു. വാട്ട് ഈസ് ദാറ്റ്? സംതിങ് ഹാപ്പൻഡ്.